നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡ്യൂട്ടി സമയത്ത് സ്വകാര്യ പ്രാക്ടീസ്. ആര്യനാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം ആര്യനാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഡി നെൽസനെ സ്വകാര്യ പ്രാക്ടീസ് സംബന്ധിച്ച നിലവിലുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഔദ്യോഗിക ഡ്യൂട്ടി സമയത്ത് ജോലിക്ക് ഹാജരാകാതെ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതിന് അച്ചടക്ക നടപടിക്കും തുടരന്വേഷണത്തിനും വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇത് സംബന്ധിച്ച വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. ഇടിമിന്നലേറ്റ് 4 പേർ മരിച്ചു, 3 പേർക്ക് പരിക്ക്. ഇടിമിന്നലിൽ ഒരേ കുടുംബത്തിലെ 4 പേർ മരിച്ചതായി പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 3 പേർക്ക് പരിക്ക്. വയലിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടം. കർണാടകയിലെ യാദ്ഗിരി താലൂക്കിലെ ജിനകേര തണ്ടയിലാണ് സംഭവം. 25-കാരനായ കീഷൻ ജാദവ്, 18-കാരനായ ചന്നപ്പ ജാദവ്, 27-കാരനായ സുനിൽ ഭായി റാത്തോഡ്, 15-കാരനായ റിനു ജാദവ് എന്നിവരാണ് മരിച്ചത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ യാദഗിരി റൂറൽ പോലീസ് സ്റ്റേഷൻ അധികൃതർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുമരകത്ത് നിയന്ത്രണം വിട്ട കാർ കൈപ്പുഴയാറ്റിലേക്ക് പറഞ്ഞു. 2 യാത്രക്കാർക്ക് ദാരുണാന്ത്യം. കോട്ടയം കുമരകം കൈപ്പുഴമുട്ടിൽ നിയന്ത്രണം വിട്ട കാർ ആറ്റിലേക്ക് വീണുണ്ടായ അപകടത്തിൽ 2 മരണം. ഒരു കുഞ്ഞു കാറിലുണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നുണ്ട്. രാത്രി 8:45-ഓടെയാണ് അപകടമുണ്ടായത്. മഹാരാഷ്ട്ര സ്വദേശികളായ 2 പേരാണ് മരിച്ചതെന്നാണ് വിവരം. കാറിന്റെ നിയന്ത്രണം തെറ്റിയതാകാം അപകടത്തിന് കാരണമെന്നാണ് സംഭവസ്ഥലത്തെത്തിയ പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോട്ടയം ഭാഗത്തുനിന്ന് വന്ന കാർ കൈപ്പുഴമുട്ട് പാലത്തിന്റെ ഇടതുവശത്തെ സർവീസ് റോഡ് വഴി വന്നപ്പോഴാണ് ആറ്റിൽ വീണതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാറിന്റെ ഉള്ളിൽ നിന്നും ആളുകളുടെ നിലവിളി ശബ്ദം കേട്ട് ജനങ്ങൾ ഓടിയെത്തിയപ്പോഴേക്കും കാർ വെള്ളത്തിൽ മുങ്ങിത്താണിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് കാർ ആറ്റിനുള്ളിൽ നിന്നും കണ്ടെത്തിയത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ പ്രൊഡക്ഷൻ കൺട്രോളറെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാനു ഇസ്മായിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ 10 ദിവസമായി ഷാനു ഇവിടെ താമസിക്കുകയായിരുന്നു. ഇന്ന് 3 മണിയോടെയാണ് മൃതദേഹം കണ്ടതെന്ന് ഹോട്ടൽ ഉടമ അറിയിച്ചു. സെപ്റ്റംബർ 11-നാണ് ഷാനു ഇസ്മായിൽ ഹോട്ടൽ റൂം എടുത്തത്. ഇന്ന് റൂമിൽ നിന്നും പുറത്തു വരാത്തതുകൊണ്ട് അന്വേഷിച്ചപ്പോഴാണ് ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തെക്കുറിച്ച് സെൻട്രൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴയിൽ KSRTC വനിതാ കണ്ടക്ടർ ടിക്കറ്റ് റാക്കും ബാഗും മോഷണം പോയി. KSRTC വനിതാ കണ്ടക്ടർ ടിക്കറ്റ് റാക്കും ബാഗും കവർന്നു. തിങ്കളാഴ്ച രാവിലെ 9:50-ന് ആലപ്പുഴ ഡിപ്പോയിലാണ് സംഭവം. ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്ന് കൊട്ടാരക്കര ആലപ്പുഴ സർവീസ് നടത്തുന്ന ബസ്സിലായിരുന്നു മോഷണം. സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിന് മുന്നിൽ ബസ് പാർക്ക് ചെയ്ത ശേഷം ചായ കുടിക്കാൻ കണ്ടക്ടർ പോയതായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ നടത്തിയ പരിശോധനയിലാണ് കണ്ടക്ടർ സീറ്റിൽ വെച്ചിരുന്ന ടിക്കറ്റ് റാക്കും ബാഗും നഷ്ടമായ വിവരം അറിഞ്ഞത്. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതെന്നാണ് അനുമാനം. സൗത്ത് പോലീസ് കേസെടുത്തു.